സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം ഗൈസ്, വെൽക്കം ടു സ്കൈലാക്ക് പിക്ചേഴ്സ്. രണ്ട് ചിക്കന്റെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ 2 ചിക്കൻ പീസ് വെച്ചു, എന്നിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ അത് അതിലൊട്ടി. അപ്പൊ ഇത് സംഭവിക്കും. കടക്കണി സ്റ്റാർ എന്നുള്ള പേര് വന്ന സമയത്ത് അടുപ്പിച്ച് ശരിയാണ് 4-5 പടത്തില് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തു. എന്ന് വെച്ച് ഞാനിപ്പം പ്രാരാബ്ദമുള്ള കഥാപാത്രങ്ങൾ ഞാൻ വിട്ടൊന്നുമില്ല. ഞാൻ 2-3 അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ നാച്ചുറലി പ്രാരാബ്ദവും കടമൊക്കെ വരും. ലോൺ എടുത്ത് കാണും, EMI കാണുമായിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആട് 3 വരാൻ പോണു. ഈ അറക്കലബു എന്താണ് ജോലി? ആക്ച്വലി എന്റെ ഇൻകം ലാബും ക്ലാസ്സും ഒന്നായിരിക്കണം. അപ്പൊ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം. അതൊക്കെ വെസ്റ്റേൺ സ്കൂളുകളിൽ കാണിക്കുമ്പോൾ നമ്മൾ ഇതാണല്ലേ ഉദ്ദേശം. ഇന്ന് അതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് സ്മാർട്ടാവുന്നത്. അവർക്ക് ഈ മൊബൈൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ കിട്ടിക്കഴിഞ്ഞു. നമ്മളെല്ലാം ഈ 2Dയിൽ കണ്ട് പഠിച്ച് ബോർഡിലല്ലേ എല്ലാം. നമുക്കപ്പോൾ പകുതി ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരു 5ാം ക്ലാസ്സിന് ശേഷം ഒരു കുട്ടിയുടെ ഇൻക്ലിനേഷൻ നോക്കിയിട്ട് ആ കുട്ടിക്ക് താല്പര്യമുള്ളത് പഠിപ്പിക്കണം എന്നുള്ളൊരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ സൈജു കുറുപ്പ് പേര് കേട്ടപ്പോഴും എനിക്ക് തോന്നുന്നു എനിക്ക് തൊട്ട് പറ്റൂല. ഇതാണ് അവർ പറഞ്ഞത്. ഞാൻ നോക്കുന്നത് ഇന്ന് എന്തുപോലെ ക്രൈമാണെന്ന് കംപ്ലൈന്റ് ചെയ്താൽ അവിടെ നേരം മോത്തിട്ടടിക്കുന്നത്. അയ്യോ എന്റെ എപ്പോഴും ഇവിടെ ചോന്നിരിക്കും. നമ്മള് മറികടന്നാണ് അനുഭവിച്ചത്. ഇപ്പൊ എന്റെ മകനൊക്കെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം ഗൈസ്, വെൽക്കം ടു സ്കൈലാക്ക് പിക്ചേഴ്സ്. ഓക്കെ, ഫൈനലി ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന പടത്തിന്റെ ടീസറാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ അതാണ് കണ്ടത്. കണ്ട സമയത്ത് തന്നെ ഇപ്പോൾ സജേട്ട പല്ലൊട്ടി പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എന്താണ് ശരിക്കും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ? സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഈ പറയുന്ന പോലെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു 4 പേരുടെ പെർസ്പെക്റ്റീവിൽ പോകുന്ന ഒരു കഥയാണ്. ഒരു നമ്മൾ പറയും പോലെ ഈ ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഉണ്ടാകുന്ന വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതൊന്നും മുതിർന്നവരുടെ കണ്ണിൽ ചിലപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കും. അപ്പൊ അവർക്കത് പക്ഷേ സ്റ്റിൽ വലിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ കുറച്ച് വലിയ സംഭവങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പലതും പറഞ്ഞു പോകുന്നുണ്ട്. അവരുടെ മാസ് എലമെന്റ്സ് ഉണ്ട്, അവർക്ക് മാസം കാണിക്കുന്ന കുറേ പരിപാടികളുണ്ട്, അവരുടെ പ്രണയമുണ്ട്, അവരുടെ തമാശകളുണ്ട്, അവരുടെ ദുഃഖങ്ങളുണ്ട്, അവരുടെ വാശിയുണ്ട്, അതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇത് തോന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലും നൊസ്റ്റാൾജിക് എലമെന്റ്സും കൂടി സിനിമയിൽ വരുന്നുണ്ടോ? വർക്കാവോ? ഇതിൽ ഈ പറയുന്ന പോലെ നമ്മള് ഈ നൊസ്റ്റാൾജിക് എലമെന്റ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. ഇത് ഇപ്പോഴത്തെ പിള്ളേരുടെ കഥയാണ്. ഇപ്പോഴത്തെ ഒരു സാധാരണ ഒരു എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ കഥയാണ്. പക്ഷെ അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളെല്ലാം 90s കിഡ്സ് ആവും. നമ്മൾ എഴുതിയവരും എല്ലാവരും 90s കിഡ്സ്. അതാ ഞാൻ ചോദിച്ചത്. അതിന്റെ റിഫ്ലക്ഷൻ കിഡ്സും ഉണ്ട് കേട്ടോ. അതെ, ഞാൻ 70s ലേറ്റ് 70s ആയിച്ചേട്ടൻ മിണ്ടുന്നില്ല. അപ്പൊ 80s 90s കിഡ്സിന്റെ ഒക്കെ സാധനങ്ങൾ അവർക്കൊക്കെ ഉള്ളിൽ കിഡ്സ് ആണ് എപ്പോഴും. അപ്പൊ നമുക്ക് ഈ 80s ആയാലും 90s ആയാലും എല്ലാവർക്കും ഒരു കുറെ കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ടാവും. അപ്പൊ അതിന്റെ വശം പിടിച്ച് തന്നെയാണ് നമ്മൾ എഴുതിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി അത് പിള്ളേർക്കും കൂടെ വർക്കൗട്ട് ആവുന്നുണ്ട്. കാരണം അഭിനയിച്ച പിള്ളേർക്കും അങ്ങനെയൊക്കെ ലൈഫിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാലത്തും പഠിച്ചു വരുന്ന പിള്ളേർക്ക് പറയാൻ ഒരുപാട് ഒരേപോലത്തെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ പിടിച്ചാണ് നമ്മൾ ഈ സിനിമ പറഞ്ഞത്. ഗ്രേറ്റ് ഗ്രേറ്റ്. ഐശ്വര്യ ഒരു അധ്യാപകന്റെ വേഷമാണ് ശരിക്കും അല്ലേ? അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പ്രിവ്യൂ കണ്ട ഒരാളുടെ കുറിപ്പ് വായിക്കുമ്പോൾ ആളിതിൽ പറയുന്നത് ഐശ്വര്യൻ്റെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. അതായത് നമ്മൾ ടീസറിലോ ട്രെയിലറിലോ കാണാത്തൊരു സംഭവം സിനിമയിൽ ഐശ്വര്യൻ്റെ പെർഫോമൻസിനായി നമുക്ക് കാത്തിരിക്കാൻ പറ്റും. നല്ല പെർഫോമൻസ് കണ്ട് പ്രേക്ഷകർ പറയട്ടെ. അങ്ങനെ ഒരാൾ റിവ്യൂ എഴുതി എനിക്കും ഡയറക്ടർ അയച്ചു തന്നു. ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. ബട്ട് ഇങ്ങനത്തെ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. കാര്യം കുട്ടികളുടെ ചിത്രം നല്ല ആശയമായിട്ട് വരുന്നൊരു ചിത്രം നമുക്ക് പ്രൊഡക്ഷൻ ഒക്കെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കടമ്പ. ഇവരൊരു 10-20 പേരോളം ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ബഡ്ജറ്റ് ലാബ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ എൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെച്ച ക്യാരക്ടർ അല്ലായിരുന്നു. എൻ്റെ ക്യാരക്ടർ ശരിക്കും കണ്ണൻ്റെ റോളായിരുന്നു. അപ്പം അത് കണ്ണന് ഭാഗ്യമുള്ളതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ പറഞ്ഞ പല
അത് ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിരുന്നു അത്. ഓക്കെ. അപ്പോൾ നടിമാരും അന്ന് അവരുടെ ഡേറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് നടന്നില്ല. അപ്പം തിരിച്ച് ഇവർ വീണ്ടും നമ്മളെ അടുത്ത് വന്നു. വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ തന്നെയാണ് അത്. ഞാൻ എല്ലാ ഫുൾ ടീം ഓഫ് സ്ഥാനാർത്ഥി ശ്രീകുട്ടനോട് എൻ്റെ കടപ്പാട് അതിനുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അതുവരെ ഞാൻ ശീലിച്ച ഒരു മാതൃകയെ മാറ്റാൻ ശീലിപ്പിച്ചൊരു സിനിമ കൂടിയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഓക്കെ ചേട്ടാ, ഈ പറയുന്ന മാതൃക മാറ്റുക അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, പൊതുവിൽ ഇപ്പോൾ ഞങ്ങൾ സൈച്ചനൊക്കെ ആയിട്ട് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ശരിക്കും സിനിമയിൽ. അതായത് ഞാൻ ഒരു നന്നായി കരഞ്ഞഭിനയിച്ചാൽ, നന്നായി സീരിയസ് റോളുകൾ ചെയ്താൽ ഞാൻ നല്ല നടനാവുകയും, ഞാൻ തമാശ റോളുകൾ ചെയ്യുമ്പോൾ ഞാനൊരു നോർമൽ നടനായി മാറുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അഭിനേതാക്കൾ പറയുന്ന കാര്യമാണ് ഹാസ്യം കൈകാര്യം ചെയ്യാനാണ് കമ്പാരിറ്റീവ്ലി കഷ്ടപ്പാട് കൂടുതലെന്ന്. ചേട്ടൻ എന്താ തോന്നുന്നു ശരിക്കും അങ്ങനെ ഒരു ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? സീരിയസ് ഞാൻ ചെയ്താൽ ഞാൻ നല്ലൊരു നടൻ, ചേട്ടൻ്റെ കാര്യമില്ല പൊതുവിൽ ഉണ്ട്, ആ ഒരു പെർസെപ്ഷൻ ഉണ്ട്, മുൻവിധി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ മാറ്റണം എന്ന് പറഞ്ഞതും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം എന്നെ കൺഫ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നവർ പറയും എന്താ കോമഡി ചെയ്യാത്തതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇവനല്ലേ കഴിച്ച് കുറച്ചാൾ എന്താ സീരിയസ് ചെയ്യാത്തത്. അപ്പം അത് ഞാൻ തിരിച്ചറിയുന്നു, ബാലൻസ് വേണം. അത് ഒന്ന് മാത്രം ചെയ്യുക എന്നുള്ളത് മാറ്റുക, ബാലൻസ് വേണം എപ്പോഴും. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു കരിയറാണ് സജീവത്തിൻ്റെ. ഒരു തരത്തിൽ നമ്മൾ ഒരു കള്ളിയിൽ കൊണ്ട് പെടുത്തുന്നില്ല. സീരിയസ് ആണോ പിന്നെ സഹിച്ചേട്ടന് എന്തായിരുന്നു ഒരു പേര് വന്നിരുന്നേ, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തു വന്നില്ലേ? പറഞ്ഞു തുടങ്ങി തീരുന്നതിന് വന്നു. അത് ശരിയാ, കണ്ണം പറഞ്ഞു. അത് മാളികപ്പുറത്തിൽ ഇപ്പം നമ്മളെ വളരെ സങ്കടപ്പെടുന്ന ഒരു അച്ഛനാണെങ്കിൽ അപ്പൊ തന്നെ വേറൊരു സംഭവമായിട്ട് വരും. ഇപ്പൊ ഭരതനാട്യം വരുമ്പം വേറൊരാളാണ് എന്നാ അറക്കല കറക്റ്റ്. അത് ഭയങ്കര വെഴ്സറ്റാലിറ്റിയുടെ അത് ശരിക്കും ആലോചിച്ച് ചെയ്യുന്നതാണോ വെച്ചിട്ട് അത് വന്നു ചേരുന്നതാണ്? അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് ഒരു ഭയങ്കര മാർക്കറ്റുള്ള ഭയങ്കര ഇനീഷ്യൽ പുള്ളുള്ള ഒരു ആക്ടർക്ക് മാത്രമേ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം ഞാനിപ്പോൾ ഒരുപാട് കഥ കേൾക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും കഥ കേൾക്കും. നമുക്ക് കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്. സീരിയസ്ലി ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്കൊരു കഥ കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ സാധാരണക്കാരനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് കൊണ്ട് എല്ലാവരും സാധാരണക്കാരാണല്ലോ. അപ്പോഴത്തേക്ക് അവർക്ക് എന്നോടൊരു കഥ പറയണം. ഓക്കെ, അപ്പൊ ഈ ഞാൻ എന്ത് പറഞ്ഞു അപ്പം സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥകൾ ഇപ്പൊ 100 നമുക്ക് ചിലപ്പോൾ ഒരു 4-5 നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. വളരെ എന്താണ് ഇത് കുറവാണ്, പെർസെൻറ്റേജ് കുറവാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രൊജക്റ്റായി മാറണം. പ്രൊജക്റ്റായി മാറണമെന്ന് പറയുന്നത് നമ്മുടെ സിനിമാ ഭാഷയിൽ ആണ് നമ്മൾ പറയുന്ന പ്രൊജക്റ്റ് ആവണമെന്ന്. വളരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഇതിനൊരു പ്രൊഡ്യൂസറെ കിട്ടണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ. പക്ഷെ നമുക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തന്നെ സംസാരിക്കാം. പ്രൊജക്റ്റ് ആവണം. അതെ. അപ്പൊ ഈ പ്രൊജക്റ്റ് ആവണമെങ്കിൽ ഏത് പടത്തിനാണ് ആദ്യം പ്രൊഡ്യൂസറെ കിട്ടുന്നതെന്നുള്ളത് നമുക്കറിയില്ല. കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു പോവുകയാണ്. അപ്പം ഇത് നമ്മുടെ തലവരെയാണ്. ഇപ്പം ഞാൻ ഈ കടക്കണി സ്റ്റാർ എന്നുള്ള പേര് വന്ന സമയത്ത് അടുപ്പിച്ച് ശരിയാണ് 4-5 പടത്തിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തു. എന്ന് വെച്ച് ഞാനിപ്പം പ്രാരാബ്ധമുള്ള കഥാപാത്രങ്ങൾ ഞാൻ വിട്ടെന്നൊന്നുമില്ല. ഞാൻ 2-3 അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് പറ്റില്ലെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ പ്രതിനിധിയായിട്ട് ഞാൻ വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഭയങ്കര നല്ലൊരു ഭാഷയിൽ വെർസറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ആർക്കാണ് കിട്ടുള്ളൂ നല്ലത് പറഞ്ഞാല്. പക്ഷെ അതങ്ങനെയല്ല. ഈ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ നാച്ചുറലി പ്രാരാബ്ദവും കടമൊക്കെ വരും. ലോൺ എടുത്ത് കാണും, EMI കാണും അയക്ക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മുടെ ജീവിതമാണ്. പിന്നെ ഞാൻ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ ആയിട്ടൊന്നും അഭിനയിക്കുന്നില്ല, 10 പേരെ ഇടിച്ചിരുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ബിഗ് സ്റ്റാർസിന് പറ്റും, ബിസിനസ് ഉള്ളവർക്ക്. അപ്പൊ നമ്മള് വരുന്ന പോലെ യോഗം പോലെ സംഭവിക്കുന്നത്. അതെ, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു പേര് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ, പിന്നെ ജോലിയുള്ള കുറച്ച് ശമ്പളമൊക്കെ കിട്ടുന്ന
ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടി. ജയമേന്ദ്രനൊക്കെ എനിക്ക് കിട്ടി. ഓ നിങ്ങളൊരു ഇപ്പം ഭരതനാട്യത്തിലായാലും എനിക്ക് വലിയ പ്രാരബ്ധം. അതിനെപ്പറ്റി ഒരു പോസ്റ്റ് തന്നെ വന്നു, ഈ ഇങ്ങനെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്തവരുടെ കഥ കാണാൻ ഭയങ്കര രസം, അത് വേറൊരു രസമാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു പ്രാരാബ്ദം ഇല്ല. ചേട്ടനെ പറ്റിയല്ല, മൊത്തത്തിൽ ആട് 3 വരാൻ പോണു, ഷൂട്ട് തുടങ്ങാൻ പോണു. ചേട്ടാ അതെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? അവരിട്ടല്ലോ. അല്ല അതിനപ്പുറത്തേക്ക് അടുത്തൊരു ഏപ്രിൽ എന്നൊക്കെ ആണ് ഇപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് കിട്ടിയ സമയമാണല്ലേ? ആ സമയത്താണ് പറഞ്ഞത്. ആക്ച്വലി അറക്കലബുവിന് എന്താണ് ജോലി? ആക്ച്വലി എന്റെ ഇൻകം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? വലിയ തറവാട്ടുകാരാ പക്ഷെ പ്രാരബ്ധമില്ല ഇത്. അബുബീകരൻ അല്ലേ? ഇനി വരാതിരിക്കട്ടെ. അതെ, വരാതിരിക്കട്ടെ. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഒരു സെക്കൻഡ്, ചേട്ടൻ നെഗറ്റീവ് ചെയ്തത് മുന്നേ അല്ലേ? ഇപ്പൊ കുറെ ഞാൻ ഒരു പക്ക നെഗറ്റീവ് ഇല്ലേ? കുറച്ചായില്ലേ? നന്നായിട്ട് അല്ലല്ല, നന്നായി നല്ല സമയമായി എന്നല്ല അതാ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഞാൻ ഒരു 3 പടത്തില് ഞാൻ ഭീകര വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാബ കല്യാണി, ബാബ കല്യാണി, ഹലോ, ബാബ കല്യാണിയാണ് നെഗറ്റീവ്. അതെ, കുറെ കാര്യം. പിന്നെ ലെഫ്റ്റില് 2-3 സീനിൽ വരുന്ന ക്യാരക്ടർ മാത്യൂസ് എന്ന് പറയുന്ന ക്യാരക്ടർ, അയാൾ കുറച്ച് പ്രശ്നക്കാരനാണ് ആ ക്യാരക്ടർ. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാർത്തകൾ ഇതുവരെ എന്ന് പറഞ്ഞ പടത്തില് ഞാനൊരു കള്ളനായിട്ട് അഭിനയിക്കുന്നു. അയാൾ വേറൊരാളുടെ പേരിൽ പോലീസായിട്ട് വന്നിട്ട് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ. പക്ഷെ അതൊന്നും അങ്ങനത്തെ ഒരു ഭീകര വില്ലൻ അതെ അങ്ങനെ വന്നിട്ടില്ല, കുറെ വന്നിട്ട് കുറച്ചായി. അല്ല അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ സംഭവങ്ങള് ആക്ച്വലി വരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ചിലത് വന്നത് ഈ പറഞ്ഞ പോലെ സോ കോൾഡ് പെണ്ണുങ്ങളുടെ മുഖത്ത് വയലൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, അത് എനിക്ക് താല്പര്യമില്ല ആക്ച്വലി. അല്ലെങ്കിൽ കുട്ടികളോട് വയലൻസ് ചെയ്യുന്ന അത്രയും ഭീകര വയലൻസ്, അപ്പം അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. ശരി, പക്ഷെ ഒരു ആക്ടർ എന്ന നിലക്ക് അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് എത്ര സൗകര്യമല്ലേ? അതെ, എന്നാലും അതിക്കുള്ള കുറച്ചുള്ള ആക്ടറൊക്കെ നമ്മുടെ ആഗ്രഹം. എന്നോട് ഈ ക്യാരക്ടേഴ്സ് പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ട് നിങ്ങളൊരു ആക്ടർ അല്ലേ, അപ്പൊ എല്ലാ ടൈപ്പും ട്രൈ ചെയ്യണ്ടേ? അപ്പൊ എനിക്കത് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ന്യൂഡായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാല് എനിക്കത് പറ്റില്ല. അപ്പം പക്ഷെ ആക്ടേഴ്സ് ഒക്കെ അത് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല. അതെ, പറയൂ, സിനിമയിലെ പരിപാടി എന്താണ് ശരിക്കും? സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്താണ് ഇതിനകത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനും അതിച്ചേട്ടനൊക്കെ അധ്യാപകരാണ്. നേരത്തെ പറഞ്ഞല്ലോ, അതിച്ചേട്ടൻ ചെയ്യാനിരുന്ന ക്യാരക്ടറാണ് എന്നിലേക്ക് വന്നിരുന്നത്. എന്റെ തലവര ഇവര് തീരുമാനിച്ചിട്ട് നമ്മളെ കാസ്റ്റ് ചെയ്താട്ടോ. ഇവരെല്ലാരും കൂടെ 8-10 വർഷം മുന്നേ ഒരുമിച്ച് യാത്ര തുടങ്ങിയ ഒരു പ്രോജക്ട്. ഇദ്ദേഹം എഴുതിയ സിനിമയിൽ ഇദ്ദേഹം ഏറ്റവും ചെറിയൊരു വേഷം ചെയ്തേക്കണേ. ഏറ്റവും ഇദ്ദേഹം ഡിസൈൻ ചെയ്തതിൽ ഇപ്പൊ ഞാൻ വെച്ചാണെങ്കിലും കമ്പാരിറ്റീവ്ലി അത് ചെറിയ വേഷമാണ്. ഇവരൊക്കെ നമുക്ക് നല്ല തന്നു ഇവരുണ്ടാക്കിയൊരു പ്രൊജക്ടില്. ആക്ച്വലി സ്പീക്കിംഗ് അല്ല, അതാണല്ലോ മാർക്കറ്റ്. അങ്ങനെയല്ല, നമ്മൾ ഈ സിനിമ ആദ്യം ആലോചിച്ചത് ഇപ്പൊ അജോന്റെ ക്യാരക്ടറിന്റെ അത് ഞാൻ പറയാവുന്ന ഒരു സ്ത്രീ ക്യാരക്ടറാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പൊ അത് നമ്മൾ ഒരുപാട് പേരെടുത്ത് പോയി കഥ പറഞ്ഞു. അപ്പോ എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് ആർക്കാർക്കും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു രീതിയിലായനെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഇതിലോട്ട് എത്തപ്പെട്ടത്, ഇങ്ങനെ കഥ. പക്ഷെ അത് മാറ്റിയപ്പോ ഭയങ്കര വേറൊരു രസമായി. അജോട്ടിന്റെ ക്യാരക്ടറിലോട്ട് വന്നപ്പോഴത്തേക്കും അതിന് വേറൊരു പേഴ്സണലി എനിക്ക് ഗുണമായിരുന്നു. എനിക്ക് ആ സിനിമ ഒരു സ്ത്രീ പോയിന്റ് ഓഫ് വ്യൂ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് ഭയങ്കര പുതുമ ഉണ്ടായേനെ സ്ത്രീ. അല്ല, ഈ സിനിമ ഉണ്ടായി വന്നത് ഈ പറയും പോലെ നമ്മളൊരു 8 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ടീം അമ്പലമുക്ക് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ശാസ്തമംഗലത്തേക്ക് താമസം മാറിയെങ്കിലും അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിംസും ഈ പറയും പോലെ വെബ് കണ്ടന്റും ഒക്കെ ഉണ്ടാക്കി, നാടകം കളിച്ച്, നാടക യാത്ര ചെയ്ത്, ഡോക്യുമെന്ററി ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റിന് ഒരു ഒരു ആലോചന വരുന്നു. ഒരു ഷോർട്ട് ഫിലിം ആക്കാമെന്ന് പറഞ്ഞൊരു ആലോചന വരുന്നു. പക്ഷെ അതിലൊരു സിനിമ ഉണ്ടെന്ന് കണ്ടെത്തപ്പെടുന്നു. ഇപ്പോൾ പല സിനിമകൾ ഇറങ്ങുമ്പോൾ എല്ലാം ഒരു ഷോർട്ട് ഫിലിമിനുള്ള കണ്ടന്റ് ഉള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ആക്ച്വലി ഒരു സിനിമയ്ക്കുള്ള കണ്ടന്റ് ഉണ്ട്.
അങ്ങനെ ഇത് സിനിമയാക്കാൻ വേണ്ടി കോവിഡ് സമയത്ത് നടക്കുന്നു, പ്രൊഡ്യൂസറിനെ കിട്ടുന്നു, ഈ പറയുന്ന പോലെ ഇവരൊക്കെ ഇന്നാവുന്നു. പിന്നെ മൊത്തത്തിൽ നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ 4 റൈറ്റേഴ്സ്, ഇപ്പം ആനന്ദ്, സംവിധായകൻ വിനേഷ്, മുരളി, കൈലാഷ് എഡിറ്റർ കൂടിയാണ്, കൈലാഷ്, പിന്നെ അനൂപ്, ഹല്യ, അപ്പൊ എല്ലാവരും ഈ ടീമിനകത്തുണ്ട്. ജയഹരി ഈ സിനിമയെ നിൽപ്പുണ്ട്. പക്ഷെ അല്ല, ഇതെല്ലാം വന്ന ഒരു സ്കൂൾ സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നമ്മളിത് കാണുന്ന നേരത്തെ പറഞ്ഞ നൊസ്റ്റാൾജിയ ശല്യാണെന്ന് പറഞ്ഞു. അല്ല, ഇത് കുട്ടികളുടെ ഈ പറയുന്ന മരണമാസ് BGM ഒക്കെ ഉള്ള ഗംഭീര പാട്ടുകളുള്ള പാട്ടിപ്പോൾ 2 റിലീസായിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത പാട്ടുകളൊക്കെ വരും. അത് കഥയുമായി അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്ക് പാട്ട് പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ട് വിടാത്തതാണ്. റിലീസ് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് വിഷ്വല് മുഴുവൻ കഥയുണ്ട്. അതെ, വിഷ്വലിൽ കഥയുണ്ട്. അങ്ങനെയാണ് പാട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ഭയങ്കര എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും തോട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൽ സന്തോഷം. ശരി, ഞാൻ ഇതിന്റെ ഇപ്പോൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പറയുന്നത് അതിലൊരു അത് ഫണ്ണിനപ്പുറം എന്റർടൈൻമെന്റിനപ്പുറം ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ടെന്ന് കൂടെ ഞാൻ കേട്ടു. ശരിക്കും ഈ ഒരു കാര്യം പറയാൻ ഒരു സിനിമ സംഭവിച്ചതാണോ അതോ സിനിമ എടുക്കാൻ വേണ്ടി അതൊരു കാരണമായിരുന്നു? അല്ല, അത് നമ്മൾ കഥ ആദ്യം ചർച്ച ചെയ്ത് വന്നപ്പോഴൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് അതിന്റെ ഒരു ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് തുടങ്ങിയത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നല്ലൊരു പൊളിറ്റിക്സ് ആണല്ലോ. അത് ഓർഗാനിക്കലി അതങ്ങനെ സംഭവിച്ചതാണ്. അല്ല, നമ്മളിത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് കാണുമ്പോഴും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അതൊരു ബോണസാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം നമുക്ക് പറയാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ അതിൽ സന്തോഷമാണ്. അത് നമ്മൾ ഭയങ്കര അണ്ടർലൈങ് ആയിട്ട് ഭയങ്കര ഒരു സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറയാൻ വേണ്ടിയിട്ടല്ല, അത് കിട്ടുന്ന കഴിഞ്ഞിറങ്ങി ആലോചിക്കുമ്പോൾ പല സാധനങ്ങളും അത് ഒട്ടും സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല അവര്. അതും കുറെ പേർക്ക് പിടികിട്ടത്തില്ല. അപ്പൊ അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ്. അതിനുവേണ്ടി അവർ കുത്തിക്കേറ്റിട്ടില്ല. കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്നുള്ളതാണ്. പക്ഷെ അത് പൊളിറ്റിക്സ്, ഒരു ആശയമുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും മികച്ച ആ ആശയം. ഒരു സിനിമയിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോട്ടും ഇത് സ്ലോ ആയിട്ട് ആ ഫയർ എത്തണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് മന്ത്രി നമ്മുടെ രാഷ്ട്രീയ ആശയം രണ്ടല്ലേ. ഗണേഷ് കുമാർ സാറിന് ഈ സിനിമ കാണിച്ചത് നമ്മളല്ലാതെ ഒരു പ്രിവ്യൂ പോലെ അദ്ദേഹത്തിനെ കാണിച്ചത്. അദ്ദേഹത്തിനൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഈ ആശയം നടപ്പിലാക്കി കഴിഞ്ഞു. അത്രയും റെലവന്റ് ആയിട്ടുള്ള ഒരു ഗണേഷ് ചേട്ടനെ പോലൊരു മന്ത്രി, നമുക്കറിയാം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററായി നിൽക്കുമ്പം എത്ര അദ്ദേഹം ഹോൾഡ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ്സിൽ എത്ര എഫക്റ്റീവ് മെഷേഴ്സ് എടുത്താന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമാ മന്ത്രിയായിരുന്നപ്പോഴും ട്രാൻസ്പോർട്ട് മന്ത്രിയായി ഇപ്പോഴും നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ള കാര്യം. അപ്പം അദ്ദേഹം ഇങ്ങനത്തെ ഒരു മുന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഈ സിനിമ കണ്ട് മാറ്റിയെങ്കിൽ അതിൽ ഒരു വിഷൻ സംഭവം. അതാണ് വിനീഷ് ക്യാമ്പയിനിലെ ഹൈലൈറ്റ്. അത് ഭയങ്കര സർപ്രൈസിംഗ് ഒന്നുമല്ല. ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ചില മാറ്റങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ നല്ലതിന് വേണ്ടി ഒരു തുടക്കമാകും. അതെ, ശരിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിൽ സ്ഥാനാർത്ഥി എന്ന് കേൾക്കുമ്പോൾ വരുന്ന ആദ്യത്തെ ഓർമ്മ എന്തായിരിക്കും? പെട്ടെന്ന് സ്ഥാനാർത്ഥി നേട്ടം. എനിക്കിപ്പോ ശ്രീകുട്ടനേ ഉള്ളൂ. സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ അങ്ങനെ ഒരു വ്യക്തിയുടെ മുഖം ഒന്നും ഓർമ്മ വരാറില്ല. അവിടെ ഒബ്വിയസ്ലി അത് ശ്രീകുട്ടനായിരിക്കും. എനിക്കത് സ്ഥാനാർത്ഥി എനിക്കും അത് തന്നെ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ ആ ഓർമ്മയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി, സജിൻ എന്നാണ് എന്റെ പേര്, ഇപ്പൊ എവിടെയാണോ അപ്പൊ അവനെ ജയിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഭയങ്കര ഒരു മോഡൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പം മോഹൻ സാർ, ലാൽ സാറും ഒക്കെ പഠിച്ചിട്ടുള്ള വലിയ സ്കൂളാണ്. അപ്പൊ അവിടെ കുറച്ച് രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉള്ള, അതെ ജയഹരി, എന്നെ തൊട്ട് സീനിയർ ആണ് ജയഹരി. അപ്പം എല്ലാവരും പഠിച്ച സ്കൂളാണ്. കുറച്ച് ഗുണ്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള, പിന്നീട് അറിയപ്പെടുന്ന ഒരു നൊട്ടോറിയസ് ഗുണ്ടയായി മാറി ഒരാൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ജയഹരിച്ചാൻ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞത് അത്യാവശ്യം ഗുണ്ട ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ പ്രശസ്തരായ ഗുണ്ടയും ഈ മനുഷ്യൻ ഗുണ്ട അല്ല. അപ്പൊ അദ്ദേഹം അന്ന് എന്റെ ക്ലാസ്മേറ്റ് ആണ്, ഈ ഗുണ്ടയായി മാറിയ ആള്. അവൻ ലീഡർ, അവൻ മത്സരിക്കുന്നുണ്ട്. വേറൊരു പാവം പയ്യനുണ്ട്. ഈ ഗുണ്ടയുടെ കൂടെയാണ് ക്ലാസ്സിലെ പഠിപ്പിസ്റ്റുകൾ കുറെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പിറകെ നടക്കുന്ന കുറെ ടീംസ് ഉണ്ടാവുമല്ലോ. നമ്മളൊരു ഓപ്പോസിറ്റ് ഗ്യാങ് ആയിട്ട് ഇവനെ ജയിപ്പിക്കാൻ വേണ്ടി എടുത്ത പണിയും അതാണ് എന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അല്ല, അവൻ ഇപ്പം റിട്ടയർ ആയി.
അതൊരു അത് വേറൊന്നല്ല, നമ്മുടെ മനസ്സിൽ ഇത്രയോ 2 വർഷമായിട്ട് കിടക്കുകയല്ലേ ഉള്ളിൽ. എന്റെ കോവിഡ് 3-4 വർഷമായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്പയർ ചെയ്തൊരു പൊളിറ്റിക്കൽ ലീഡർ, ഇൻസ്പയർ ചെയ്തൊരു പൊളിറ്റിക്കൽ ലീഡർ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ. നോബഡി. അങ്ങനെ ആരുമില്ല. അങ്ങനെ രാഷ്ട്രീയം ഫോളോ ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ അല്ല ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സോക്കോൾഡ് പാർട്ടി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടാണ് ചോദ്യം. അത് ഏത് പറഞ്ഞാലും ചിലപ്പോ ഇനി പ്രശ്നത്തിന്റെ അല്ല, എന്റെ കേസിൽ നമുക്ക് ഇപ്പൊ സിനിമ താല്പര്യം കൂടുതലായതുകൊണ്ടും ക്രിക്കറ്റും കൂടുതൽ താല്പര്യം ആയതുകൊണ്ടും മ്യൂസിക്കും ആയതുകൊണ്ടും അവിടെയൊക്കെ ചോദിച്ചാൽ സച്ചിൻ, SRK, AR റഹ്മാനൊക്കെ നമുക്ക് ഇവിടെ എന്നെ അങ്ങനെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഓക്കെ. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഇപ്പം റീസെൻ്റ്ലി ഞാൻ വായിച്ച് പറഞ്ഞതും ഒക്കെ വെച്ചിട്ട് ഞാൻ പറയണം. അപ്പം എനിക്ക് എത്രത്തോളം ഇതൊന്നുമില്ല. എനിക്ക് അങ്ങനെ വായിച്ചപ്പോഴും അറിഞ്ഞപ്പോഴും അച്യുതമേനോന് ഞാനും പറയാൻ വന്ന ആൻസർ ആണ്. സീരിയസ്ലി ഞാൻ പറയാൻ വന്നത് CH അച്യുതമേനോൻ കേരളം കണ്ട ഏറ്റവും വലിയ നല്ല മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് തോന്നിയ ഒരാളാണ്. എല്ലാവരും ലീഡേഴ്സ് ആവുന്ന എല്ലാവരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. ഇപ്പോൾ ഞാനും ഈ പറഞ്ഞ അജു പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്സ് ഫോളോ ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ ലിറ്ററസി കൊച്ചിലോട്ട് കുറവാണ്. കാരണം കേരളത്തിലല്ല വളർന്നത്. കേരളത്തിലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ലിറ്ററേറ്റ് ആയത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയിലായാലും നമ്മൾ എല്ലാ സിനിമകളുടെയും ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സംവിധായകരാണ്. എല്ലാ സിനിമകളുടെയും ക്യാപ്റ്റന്മാർ നമ്മൾ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പം MS ധോണിയെ പോലത്തെ ക്രിക്കറ്റേഴ്സ് ഭയങ്കര ലീഡറാണ്. അല്ലെങ്കിൽ സൗരവ് ഗാംഗുലി, അവരൊക്കെ നമ്മുടെ സമയത്തുണ്ടായിരുന്നു. ഓക്കെ, സ്കൂൾ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയ ഒരു അധ്യാപകൻ പെട്ടെന്ന് ഓർമ്മ ഒരു സർ അല്ലെങ്കിൽ ഒരു ടീച്ചർ. ജെനി മിസ് എന്ന് പറഞ്ഞൊരു മിസ് ഉണ്ട്. ഒരു പേര് പറയാൻ പറഞ്ഞ എന്തായിരുന്നു ജെനി മിസ്? മാത്സ് ആയിരുന്നു. പുള്ളിക്കാരുടെ ലാംഗ്വേജ് ലാംഗ്വേജ് അല്ലല്ലോ, സബ്ജക്ട് അതായിരുന്നു. നമ്മുടെ അതിനപ്പുറത്തേക്ക് അതിശയനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു? ഒരു മദർലി അഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഗഗനചാരിലെ തമാശ ഡയലോഗാണ്, പക്ഷെ അത് ഇപ്പോഴും ബന്ധം കീപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സിൽ ഒരാളാണ്. അവിടെ എനിക്ക് ഇതേപോലെ ഒരു മാത്സ് പഠിപ്പിച്ച ടീച്ചറാണ്. സാധാരണ അങ്ങനെ വരാൻ വഴിയില്ല. അതെന്താന്ന് വെച്ചാൽ മാത്സ് പഠിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു തന്നപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. എനിക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് മാത്സിനാണ്. പക്ഷെ +1 വന്നപ്പോഴത്തേക്ക് ഈ മാത്സിൽ മറ്റേ A-യും B ഒക്കെ വന്നപ്പോഴത്തേക്കും പോയി, കയ്യിൽ നിന്ന് പോയി. ആൽഫബറ്റ്സ് കയറി വന്നപ്പോഴത്തേക്കും പോയി. ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ വന്നപ്പോൾ പോയി. മാത്സ് എന്തിനില്ലേ? അത് ബേസിക്കലി നമ്മളെ പഠിപ്പിക്കുന്നതിന്റെയും കൂടെ പ്രശ്നമാണ്. നമ്മളെ പറഞ്ഞ ബേസ് കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടൂല. അപ്പൊ എനിക്ക് സിന്ധു ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഒന്ന് ഈ പറഞ്ഞ മദർലി അഫെക്ഷൻ ഉണ്ട്. പിന്നെ ടീച്ചർ നമ്മളെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ +1 വന്നപ്പോഴത്തേക്ക് ഈ ബേസ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മാത്സ് വെറുത്തത്, ഫിസിക്സ് വെറുത്തത്, ഇതെല്ലാം വെറുത്തു പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഈ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഫിസിക്സിന്റെ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലാകുന്നത്, ഓ ഇതൊക്കെ ഇരുന്ന് നല്ല രസമുള്ള പരിപാടിയാണല്ലോ, പഠിച്ച അന്ന് നമ്മൾ മിസ് ചെയ്തല്ലോ പഠിച്ച. സയൻസ് ഫോർ മാസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, വൈശാഖൻ തമ്പി, അങ്ങനെയുള്ളവരുടെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഓ ഇത് ഭയങ്കര രസമുള്ള സംഭവമാണല്ലോ, ഇങ്ങനെയും പഠിപ്പിക്കാൻ തോന്നുന്നത്. ഫിസിക്സിന് എന്റെ നല്ല സാറുണ്ടായിരുന്നു, അമൃതരാജ് സാർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും നമ്മുടെ സ്കൂളുകളുടെ പരിമിതി കാരണമായിരിക്കാം ഫിസിക്സ് ക്ലാസ് റൂംസ് ശരിക്കും ബിഗ് ആയിരിക്കണം, ലാബും ക്ലാസ്സും ഒന്നായിരിക്കണം. ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ അത് അപ്പം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം. അപ്പോൾ ഇപ്പം ഡൈനാമിക്സ് പഠിപ്പിക്കുകയാണെങ്കിലോ ഒക്കെ ആണെങ്കിൽ ഇവിടുന്ന് അവിടെ വരെ പോകാനുള്ള ദൂരം വേണം ഒരു സാധനം ഉരുട്ടിക്കൊണ്ട് പോകാൻ. അതൊക്കെ വെസ്റ്റേൺ സ്കൂളുകളിൽ കാണിക്കുമ്പോൾ നമ്മൾ ഇതാണല്ലേ ഉദ്ദേശം. ഇപ്പം മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഒരൊറ്റ ഡിസ്പ്ലേയിലൂടെ നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ഇവൻ പറഞ്ഞ പോലെ ഈ അടുത്ത് ഞാൻ ഒന്നും വീഡിയോ കണ്ടപ്പോഴാ ഓ ഇതൊക്കെ എത്ര എളുപ്പത്തിലാ മനസ്സിലാവുന്നത്. നമ്മള് ബോർഡിൽ വരച്ച് ഇവർക്കും പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലതൊക്കെ കാണിക്കുന്ന കുറച്ചുകൂടി ഈസി. ഇന്ന് അതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് സ്മാർട്ട് ആവുന്നത്. അവർക്ക് ഈ മൊബൈൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ കിട്ടിക്കഴിഞ്ഞു. നമ്മളെല്ലാം ഈ 2Dയിൽ കണ്ടു പഠിച്ച് ബോർഡിലല്ലേ എല്ലാം. നമുക്കപ്പോൾ പകുതി ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റേണ്ട അറിയില്ലല്ലോ.
അതെ, എന്താ സംഭവം അറിയില്ല. അത് ശരിയാ. ഈ സയൻസ് ഫോർ മാസം എന്ന് പറയുന്ന ചാനൽ കണ്ട ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് പുള്ളി സയൻസ് പറയുന്നത്. ഫിസിക്സിന്റെ വലിയ വലിയ കൺസെപ്റ്റുകളൊക്കെയാണ് പറയുന്നത്. അത് ഭയങ്കര രസമാണ്. അത് അറിയുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ. ഈ അടുത്ത് എല്ലാവരും ഇപ്പം ഡയറ്റ് ചെയ്യണം മെലിയണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് പണ്ടാറടങ്ങി ഇതൊന്നും മെലിയണമല്ലോ, എല്ലാ ദിവസവും മോട്ടിവേഷൻ വീഡിയോ കാണുമായിരുന്നു. അങ്ങനെ ഒരു പാവം നല്ലൊരു, എനിക്കൊന്ന് അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ഒരാളാണ്. പുള്ളി അത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട്, അപ്പോൾ എക്സസൈസ് ചെയ്ത് ശരിക്കും കഴിയുമ്പോഴത്തേക്ക് ഈ മസിൽ മുറി, അപ്പോൾ പുള്ളി എന്ന് വെച്ചാൽ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് അത് മുറിച്ചു. അപ്പൊ ഇതാണ് പറ്റുന്നത്. എന്നിട്ട് പുള്ളി പറയും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ 2 ചിക്കൻ പീസ് വെച്ചു, എന്നിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ അത് അതിലൊട്ടി. അപ്പൊ ഇത് സംഭവിക്കും അല്ലേ? ആക്ച്വലി ഈ ഒരു പാഷൻ വേണം പിള്ളേരെ പഠിപ്പിക്കുമ്പോഴും. ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് അത്രത്തോളം ഇത് കണ്ട് അവർക്ക് മനസ്സിലായി അവരിത് എടുക്കണം എന്നുള്ള ടീച്ചേഴ്സിനത് ഉണ്ട്. പക്ഷെ നമ്മുടെ പരിമിതി കാരണമായിരിക്കും നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. കുറെ കാലം കൊണ്ട് പഠിച്ചുകൊണ്ട് പഴയ നോട്ട് തന്നെ അവരുടെ ടീച്ചർമാർ പഠിപ്പിച്ച നോട്ട് തന്നെ അവരും പഠിപ്പിക്കുന്നു. അത് ഇവിടുത്തെ കരിക്കുലം, ഇവിടുത്തെ സിസ്റ്റം ഞാൻ അത് എന്താണേലും അത്ര കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 7ാം ക്ലാസ്സിന് ശേഷം ഒരു 5ാം ക്ലാസ്സിന് ശേഷം ഒരു കുട്ടിയുടെ ഇൻക്ലിനേഷൻ നോക്കിയിട്ട് ആ കുട്ടിക്ക് താല്പര്യമുള്ളത് പഠിപ്പിക്കണം എന്നുള്ളൊരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അതൊക്കെ അവർ ഇപ്പം ആ കുട്ടിക്ക് ഫുട്ബോളാണ് ഇഷ്ടം, പിന്നെ എന്തിനു വെറുതെ 12ാം ക്ലാസ് വരെ അവനിട്ട് ഓരോന്ന് പഠിപ്പിക്കും? ഫുട്ബോൾ ഗ്രൗണ്ട് വിട്ട് പഠിപ്പിച്ചുകൂടെ എപ്പോഴും തൊട്ട്? സ്വിമ്മിങ് ആണ് ഇഷ്ടമെങ്കിൽ അവനെ അങ്ങ് സ്വിമ്മിങ്ങിന് വിട്, ഒളിമ്പിക്സിന് വേണ്ടി പോട്ടെ അവൻ അല്ലേ? വെറുതെ അവനെ കൊടുത്ത് ഇതൊക്കെ പഠിപ്പിച്ചു. മാത്രമല്ല ഈ ചിലപ്പോൾ ബേസ് കറക്റ്റ് ആയില്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ അവർക്ക് വെറുത്തു എന്ന് പറഞ്ഞില്ല വിഷയം എടുത്ത്, ചിലപ്പോൾ ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും, അയാൾക്ക് ബേസ് കിട്ടാത്തോണ്ടായിരിക്കും അയാൾ അത് കളഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഫിലിം സ്കൂളിൽ പോകാത്തത്. തെറ്റിച്ച് പഠിപ്പിച്ച് നമ്മൾ വെറുത്തു. അല്ല, ഈ പറഞ്ഞ വിഷയം എനിക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഞാനൊരു കോളേജ് അധ്യാപകനാണ്, BEd കോളേജിൽ അധ്യാപകനാണ്. അപ്പോൾ BEdന് കുട്ടികൾ സ്കൂളിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പോൾ അവർ ഓരോ കഥകൾ പറയും, കുട്ടികളുമായി ബന്ധപ്പെട്ട് ഓരോ കഥകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അറിയാം നമ്മൾ പഠിച്ചപ്പോൾ ഉള്ള പ്രശ്നങ്ങളല്ല ഇപ്പോഴത്തേക്ക്. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് അറിയാം. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ അടൂർ, മാവേലിക്കര 2 കോളേജിൽ ഞാൻ അധ്യാപകനാണ്. അപ്പം അതറിയാം. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം ഇൻഫ്ലുവൻസ് ചെയ്ത സാറ് എന്നുള്ളത് ഞാനിങ്ങനെ ഓർത്ത് വെച്ചേക്കാറുണ്ട്. എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ വരുന്നില്ല, അയ്യോ അങ്ങോട്ട് എത്തിയില്ലല്ലോ. ഇല്ല, എന്നെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറ്റി, ഞാൻ നാടകം ആയതുകൊണ്ട് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയാണ് സാർ അജിത് സാർ. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ സ്റ്റേജിൽ കയറ്റിയ സാറാണ്. അദ്ദേഹത്തോളം ഇൻഫ്ലുവൻസ് വേറെ ആളും ചെലുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കുറെ അധ്യാപകർ, ഇഷ്ടമുള്ള അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഓക്കെ അദ്ദേഹം കാരണമാണല്ലോ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അന്ന് പഠിപ്പിക്കുന്നതിന് വരെ അദ്ദേഹം സ്റ്റേജിൽ കയറ്റി പഠിക്കണമെന്ന് പറയാതെ. ഇൻഫ്ലുവൻസ് കുറെ പേര് ചെയ്തിട്ടുണ്ട്. ഇപ്പം അജു പറഞ്ഞ പോലെ ഈ ഒരു മദർലി ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ്. എൻ്റെ 2ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ കൗശൽ എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു. കൗശൽ മിസ് എനിക്ക് ഒരു പ്രാവശ്യം ഓർമ്മയുണ്ട്, ഈ കൊച്ചിലേക്ക് നമ്മുടെ ഈ വാക്സ് വന്നിരിക്കുമല്ലോ ഇവിടെ ചെവിയിൽ. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ബഡ്സ് കൊണ്ടുവന്നിട്ട് അത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ 3rd ക്ലാസ് ടീച്ചർ മലയാളിയായിരുന്നു, മിസ് മാല ചമ്പത്ത്, ഒരു ആർമി ഓഫീസറിൻ്റെ വൈഫായിരുന്നു. എന്ത് രസമുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. അതായത് നല്ലപോലെ പഠിപ്പിക്കുകയും ചെയ്യും, അത്രയും സ്നേഹമാണ് സ്റ്റുഡൻസിനോട്, എന്നോട് മാത്രമല്ല എല്ലാവരോടും. പിന്നെ വെറുപ്പിച്ച ടീച്ചേഴ്സാണ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേരൊരു വെയിറ്റ് ഫീൽ ചെയ്യാറില്ല. എനിക്ക് എന്താണ് വളരെ ഒരു ചെറിയ പെറ്റ് നെയിം പോലത്തെ ഒരു പേരാണ് സൈജു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അജു. വളരെ അതെ. അപ്പം ഞാൻ ഈ ഒന്നിലും പങ്കെടുക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എലിക്യൂഷനിൽ അങ്ങനെ വീട്ടുകാരും പറയുന്നത് ഈ ഒന്നിലും പങ്കെടുക്കുന്നില്ല, എന്താണ് സ്പോർട്സിൽ. അപ്പം ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും, പക്ഷേ ക്രിക്കറ്റിൻ്റെ ഒരു ടൂർണമെൻറ്റ്, വലിയ ടൂർണമെൻറ്റിലൊന്നും പോയി കളിക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വീട്ടിൽ നിന്നും ഒക്കെ ഉള്ള പ്രഷർ കാരണം ഞാനങ്ങനെ എലിക്യൂഷന് പേര് കൊടുത്തു. പേര് കൊടുത്തപ്പോഴത്തേക്ക് ഒരു ടീച്ചർ, ലേഡി ടീച്ചറാണ്. അപ്പോൾ ഇവർക്ക് എന്നെ അറിയൊന്നുമില്ല. ഞാൻ പേര് കൊടുത്തു. അപ്പം ഹിന്ദി എലിക്യൂഷനാണ്. അപ്പോൾ ഹിന്ദി നമുക്കറിയാം, അവിടെ അറിയാം. ഞാൻ അവിടെ ചെന്നിട്ടൊന്ന് ബബ്ബ അടിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഇത് ഒരു സ്റ്റുഡൻ്റ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുമല്ലേ വേണ്ടത്. പങ്കെടുക്കാൻ വന്നിരിക്കുന്നവർ ഇവർ എന്നോട് പറയുകയാണ് എത്രാമത്തെ പേരാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അത് ലിസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 4ാമത്തെ 5ാമത്തെ പേര് ഇതാണെന്ന് പറഞ്ഞു, സൈജു കുറുപ്പ്. പേര് കേട്ടപ്പോഴേ എനിക്ക് തോന്നി മോനെ എനിക്ക് കേട്ട് പറ്റൂലെന്ന്. ഇതാണ് അവർ പറഞ്ഞത്. ഞാൻ നോക്കുന്നത് ഇന്ന് എന്തുപോലെ ക്രൈമാണ് കംപ്ലൈൻറ്റ് ചെയ്താൽ.
പിന്നെ 9th നമ്മുടെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്ന ഒരു സാറ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ എന്നെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങേർക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനൊരു ഭയങ്കര എനിക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ. അപ്പം ഞാൻ അവിടെ ഇരിക്കും. അപ്പം രാവിലെ പ്രയർ തുടങ്ങും. അപ്പം പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് ഒരു പയ്യൻ അനൗൺസ് ചെയ്യാൻ പുറകെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എല്ലാ ക്ലാസ് റൂമിലും മറ്റേ സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയും, എല്ലാവരും കണ്ണടച്ച് ബോ യുവർ ഹെഡ്സ്. അപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കണം. അപ്പം ഇടയ്ക്കൊന്നും കണ്ണു തുറക്കാൻ പാടില്ല. കണ്ണ് തുറന്നാൽ അപ്പം പ്രയർ കഴിഞ്ഞ് അടിക്കും. അപ്പം അന്ന് ഭയങ്കര വയലൻസ് ആണല്ലോ സ്റ്റുഡൻസിലുള്ളത് അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടി പറയണമെന്നുള്ള അറിയാനൊരാഗ്രഹം. അപ്പം ഞാനെന്താ വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും നോക്കി കണ്ണടച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പം പതുക്കെ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ എടുക്കും. ഇല്ലൻ ലെറ്റർ. അന്ന് ഇല്ലൻ ലെറ്ററാണല്ലോ, ബ്ലൂ കളറിലെ. ഇത് തുറക്കും. എന്നിട്ടത് ചിരിയോടെ വായിക്കും, ശൃംഗരിച്ചുകൊണ്ട്. അപ്പൊ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. എൻ്റെ ചിരി പുറത്തേക്ക് വരും. ഇയാള് എന്നെ കാണും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, വിളിക്കും. അടി എന്ന് വെച്ചാൽ വൻ അടിയാണ്, തെറിച്ചു പോകും നമ്മള്. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാൾ എന്നെ പുറത്ത് നീൽ ഡൗൺ ചെയ്യാൻ പറയും ബാഗുമായിട്ട്. പിന്നെ ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിരം ഞാൻ ബാഗ് പുറത്ത് വെച്ചേക്കാം. അയ്യോ ഭയങ്കര വയലൻസ് ആയിരുന്നു. ലവ് ലെറ്റർ ആയിരിക്കും ഞാൻ മനസ്സിലാക്കി. ആവശ്യമില്ല. അപ്പൊ ദിവസം ലെറ്റർ കിട്ടുന്നുണ്ടല്ലേ പുള്ളിക്ക്? ആ ഒരു ലെറ്റർ തന്നെയാണേ ഉള്ളൂ. ഒറ്റ ലെറ്ററാണ് എല്ലാ ദിവസവും വായിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ആ സമയത്ത് കുറച്ച് വയലൻസ് കൂടുതലായിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ഇപ്പൊ പിന്നെ അടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഡസ്റ്റർ എറിഞ്ഞ് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ അടിക്കും. ഇവിടെ ഞാൻ കേട്ടിരിക്കുന്നു മറ്റേ ചൂരിൽ വെച്ചോ അരയുടെ താഴത്ത് ഇവിടെ അവിടേക്ക് അടിക്കും. അവിടെ നേരെ മുഖത്തിട്ട് അടിക്കുന്നത്. മുഖത്തിട്ട് അടിക്കുന്നത്. അയ്യോ എന്റെ എപ്പോഴും ഇവിടെ ചുവന്നിരിക്കും. അല്ല അതിപ്പോ ഈ അടുത്തൊരു വീഡിയോ വന്നിരുന്നല്ലോ, മുഖത്തൊരു കുഞ്ഞിന്റെ മുഖത്തടിക്കുന്ന വീഡിയോ ഡൽഹിയിലെങ്ങാണ്ട്. ഇവിടെ കൈകൊണ്ട് ഇവിടെ ചൂരിലും കൊണ്ട് ഉള്ള അടി മുഖത്താണ്. അവരുടെ ഫസ്റ്റ് അടി മുഖത്താണ്. അതിപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അല്ല ഇപ്പൊ ചില മാറിക്കാണ്. ഇപ്പം മൊത്തം എല്ലായിടത്തും മാറിയില്ല. ഇപ്പം വലിയ ക്രൈമാണല്ലോ ഇതൊക്കെ. അന്ന് പക്ഷേ ഇതിപ്പോ നമ്മൾ വീട്ടിൽ ചെന്ന് സാർ അടിച്ചെന്ന് പറഞ്ഞാലും അതെ അതെ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്. എന്നിട്ട് ഈ ഇങ്ങേര് ഞാൻ അത്യാവശ്യം അബോ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എന്നെക്കാളും പഠിക്കാൻ മോശമായിട്ടുള്ള എൻ്റെ ഒരു ക്ലാസ്മേറ്റ് മലയാളിയുണ്ട്. അപ്പൊ അവനോട് ഞാൻ ഭയങ്കര കൂട്ടാ. അപ്പൊ ഈ നമ്മുടെ റിപ്പോർട്ട് കാർഡ് തരുന്ന ദിവസം പാരന്റ്സ് വരുമല്ലോ. അപ്പൊ ഇങ്ങേര് അവന്റെ അച്ഛൻ്റെ പറയുകയാണേ, സൈജു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടാവും, ഭയങ്കര വൃത്തികെട്ടവനാണ്, അവന്റെ കൂടെയാണ് നിങ്ങളുടെ അവന്റെ കൂട്ട്, അവന്റെ കൂടെ കൂടല്ലെന്ന് ഇതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. അവിടെ നിന്നൊക്കെ നമ്മള് മറികടന്നാണ് അനുഭവിച്ച്. ഇപ്പൊ എന്റെ മകനൊക്കെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവന് നമ്മള് ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? എന്തായാലും കുർത്തക്കേട് കാണിക്കുക, നാളെ നീ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞാൽ അവനത് ഭയങ്കര വിഷമമാണ്. അടിപൊളി, നമ്മൾക്ക് അങ്ങനെ പറയത്തുമില്ല. സ്കൂളിൽ പോയാൽ അല്ല ഈ അടിയൊക്കെ പിന്നെ സഹിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് എന്റെ പേരിനെ പറ്റി പറഞ്ഞതാ. എന്റെ പേര് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിനക്കത് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ ഒരു പേര് കണ്ട ചില അങ്ങനത്തുള്ള ചില വാക്കുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ലൈഫ് ലോങ് മനസ്സിൽ കിടക്കും. അതേപോലെ സ്നേഹിച്ച ആൾക്കാരും ഐ മീൻ അവരൊന്നും മറക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സ്കൂൾ ലൈഫിലെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് നിങ്ങൾ കിട്ടിയ പണി? കുറച്ച് സ്പീഡ് പോകും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പണി? ഞാനൊരു ഫ്രണ്ട് പണി കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു കൊച്ചിന് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞു അവനടുത്ത് ലവ് ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തിട്ട് ആ കൊച്ചു ചേച്ചി ഇവന്റെ അത് സെറ്റല്ല, അവനെ പിടിച്ച് കംപ്ലൈന്റ്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വെച്ചപ്പോ എനിക്കറിയില്ല. വളരെ ചെറുതില്ലേ, 2-ലോ 3-ലോ. ഇനിയിപ്പോ തള്ളാന്ന് വിചാരിക്കും. അല്ല കമന്റ്സ്. അതെ, എനിക്ക് അത് ഭയങ്കര ക്രൂരമായിട്ടുള്ള തമാശയാണ്. 3-ല് ഒരിക്കൽ ഒരു ഭയങ്കര ഒരു ആൾ ദൈവത്തിന്റെ ഭക്തനായിട്ട് എടുത്ത ഒരു പയ്യനുണ്ടായിരുന്നു.
അപ്പോൾ അവൻ ഭയങ്കര ഭക്തനായിരുന്നു. അവൻ എല്ലാം പറഞ്ഞാൽ ഇത് ആ സ്വാമിയുടെ ഇതാണ് എന്നൊക്കെ പറയും. അപ്പം നമ്മളൊരു ദിവസം പറഞ്ഞു, അങ്ങനെയാണ് നീ ആ ഒരു വരി പടിയുണ്ട്, ആ പടിയുടെ വെളിയിൽ നിർത്തി ചാടാൻ പറഞ്ഞു. സ്വാമിയുടെ നോക്കിക്കോളൂ. സ്വാമി ഉണ്ടോന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി ഏത് വയസ്സിലെ എത്രാം ക്ലാസ്സിൽ? ഇത് +1 കേട്ടോ. അങ്ങനെ ഒരു ആലോചന കിട്ടുന്നില്ല. അവിടെ ഞാനും പണിയൊന്നും പറഞ്ഞു. കൊടുത്തിട്ടില്ല. ശരി ശരി. സ്കൂൾ ലൈഫിൽ ഏറ്റവും തല്ല് കിട്ടിയൊരു കാര്യം? ബോർഡിങ്ങിലായിരുന്നു. അപ്പം രാവിലെ 5 മണിക്ക് ബെല്ലടിക്കും. അപ്പോൾ അരമണിക്കൂറിൽ വന്ന് സ്റ്റഡി ഹാളുണ്ട്, അവിടെ നിന്ന് എല്ലാവരും പഠിക്കാൻ തുടങ്ങും 5:30 ആകുമ്പോൾ. അപ്പം 6:30 വരെയാണ് രാവിലെ പഠിക്കേണ്ടത്. ഏത് 5ാം ക്ലാസ്സിലെ ഇത്രയും പഠിക്കാൻ തോന്നിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചേക്കുന്ന തലേദിവസം അപ്പോഴാണ് ഒരു ഫുൾ പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 5:30 വന്നിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂം ഡോർമെറ്ററി ആണല്ലോ, ഞാൻ അവിടെ നിന്ന് പുതപ്പ്, സ്വെറ്റർ. 5 മണിക്ക് നല്ല തണുപ്പാണ്. ഇപ്പം അല്ലല്ലോ, 94, 95 ഇവിടെ തന്നെ ഡേ. പക്ഷെ ഇവിടെ അന്ന് വെളുപ്പിനെ തണുപ്പുണ്ട്, ഇപ്പൊ തണുപ്പ് കുറഞ്ഞല്ലോ. ഗ്ലോബൽ വാർമിംഗ്. അതുകൊണ്ട് എന്താ തണുപ്പുണ്ട്, മഞ്ഞുണ്ട് രാവിലെ. അപ്പൊ ഞാൻ പുതപ്പൊക്കെ എടുത്തിട്ടാ ഈ വന്നിരിക്കുന്നത്. അപ്പൊ എന്നെ പോലുള്ളവരുണ്ട് പുതപ്പോയിട്ട് പുതച്ചിരുന്ന് ടെക്സ്റ്റ് 1-1.5-2 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോവും. അത് പുറകിരിക്കുന്ന ഈ ജീവൻ പീറ്റർ എന്നാന്ന് തോന്നുന്നു അവൻ്റെ പേര്, സീനിയറാണ്. ജീവൻ പീറ്റർ ആവട്ടെ, നല്ല മനുഷ്യനാട്ടോ. ഞാൻ അങ്ങനെ ഇടപെട്ടല്ല, വ്യക്തിപരമായിട്ടൊന്നും കുഴപ്പമില്ല. 5 മിനിറ്റിനുള്ളിൽ തൊടും മറ്റേ ലീഡർ. പിന്നെ ബാക്കിൽ പോയി മുട്ട് കുത്തിക്കണം. അപ്പോൾ ഇതേപോലത്തെ അല്ലേ മറ്റേ കയറും കൊണ്ടുള്ള കാർപ്പറ്റ്. സാധാരണ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം നിക്കറല്ലേ, ഷോർട്സ് അല്ലേ, ഈ 6:30 വരെ പിന്നെ നിൽക്കണം. എന്നാൽ ഞാൻ വിചാരിക്കും ചില ഭാഗ്യവന്മാരുണ്ട് 5:25 ആകുമ്പോഴേ പിടിക്കുള്ളൂ, അല്ല 6:25 ആകുമ്പോൾ 5 മിനിറ്റ് എന്താ മതി. ഞാൻ മിക്ക ദിവസം 50 മിനിറ്റാ. ദുരിത കാലമായിരുന്നു. പറഞ്ഞല്ലോ, പറയാതെ പോയൊരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ 1-2 കുറെ ഉണ്ടാവും. ഇതുവരെ ഒരു ഏജില് എനിക്ക് തോന്നുന്നു എവരി ആഴ്ച പുതിയൊരാളെ കണ്ട ദിസ് ഈസ് മൈ ഗേൾ തോന്നുന്ന ഒരു ഏജ് ഒക്കെ ഉണ്ടാവും. അതെ, അല്ലാതെ എപ്പോഴെങ്കിലും ഇപ്പൊ ഈ മറ്റേ അവളിൻ കളിത്തോഴി ആ സാധനമൊക്കെ കേൾക്കുമ്പോ ഓർമ്മ വരുന്ന ഒരാളുണ്ടോ? കളിത്തോഴി എന്ന് പറഞ്ഞ അല്ല, നമ്മള് ചെറുപ്പത്തില് കളിക്കൂട്ടുകാരി. അപ്പോ ഇല്ല, ഞാൻ പറഞ്ഞ ഈ ആംഗിൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത് നീരജ് ഒരു പടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് ഇറ്റ് എന്ന് തോന്നും. ഇയാളാണ് അത് ഒരു ഓരോ ഏജിന്റെ അല്ല, ഞാൻ അസുഖമൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറും. അതൊക്കെ പിന്നെ നമ്മൾ ഈ ചില പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഇഷ്ടപ്പെടും, നമ്മൾ പറയില്ല. പിന്നെ 1 മാസം കഴിയുമ്പോഴത്തേക്ക് അവര് നമ്മുടെ തന്നെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു പയ്യനായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കും അവൾ അനുഭവിക്കും, പറ്റിയതല്ല, തിരിച്ചു വരും. തിരിച്ചു വരുന്നത് അവള് പറഞ്ഞിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ 80s 70s ലേറ്റൊക്കെ ആയതുകൊണ്ട് ആക്ച്വലി ഡിഫിക്കൽട്ടാണ്. ഇന്നത്തെ ഈസിനെസ് ഇല്ലെന്ന്. മൊബൈൽ സോഷ്യൽ മീഡിയ പോയി ആ പേര് കിട്ടുന്ന 6 മാസം കഴിഞ്ഞാ പേര് മനസ്സിലാവുന്നത്. അങ്ങനെ പോയി ചോദിക്കില്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ പോയി പേര് തപ്പാൻ പറ്റില്ലല്ലോ, സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. LSS USSനൊക്കെ ഈ ജയിക്കുന്ന പിള്ളേരുടെ പോസ്റ്റർ ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനെ പോസ്റ്റർ അടിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വെട്ടിയെടുത്ത് കയ്യിൽ വെക്കുകയൊക്കെ നിവൃത്തിയുള്ളൂ, അല്ലാതെ വെരി ഡിഫിക്കൽട്ട് ആണത്. ഫൈനൽ ക്വസ്റ്റ്യൻ, അത് അന്ന് വലുതായാൽ ആരാകാനായിരുന്നു ആഗ്രഹം? ചെറുപ്പത്തിലൊക്കെ ആരാവാനായിരുന്നു? എനിക്ക് ക്രിക്കറ്റർ ആകാനായിരുന്നു. അത് എനിക്കൊന്ന് മുമ്പ് എന്നോട് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ അച്ഛൻ ആരാവാനായിരുന്നു ആഗ്രഹം? അങ്ങനെ അല്ല, എന്നാലും ഒരു പ്രായത്തിൽ ബസ് കണ്ടക്ടർ, കുറെ ടിക്കറ്റ് കയ്യിലുണ്ടാവും. ഞാൻ പറയാൻ ഉത്തരവാദിത്വം
കുറെ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. എനിക്ക് ടിക്കറ്റ് ഒക്കെ ആൾക്കൊരു അല്ലേ. അതെ, ഞാൻ പണ്ട് ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോ അമ്മ ചോദിക്കും ആരെങ്കിലും എനിക്ക് ബസ് കണ്ടക്ടർ ആണെന്ന് പറയും. അപ്പൊ അമ്മ നിനക്ക് വേറെ ആരും ഉണ്ട് ബസ് കണ്ടക്ടർ. അപ്പൊ ഞാൻ നോക്കുമ്പോ അന്നത്തെ ബസ് കണ്ടക്ടറിന്റെ ഒരു ലെതർ ബാഗ് ഒക്കെ ഉണ്ടാവും. അവരത് ഭയങ്കര രസമാണ്. അവർ ആ തൂണിൽ ചാരി എന്നിട്ട് ഈ ലെതർ ബാഗ് തുറന്ന് ഈ സാധനം ആറ്റിറ്റ്യൂഡാണ്. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബസ് കണ്ടക്ടർ ആവണം. പോകുന്ന ബസ്സിൽ കൈ പിടിക്കാൻ അവരിൽ മറ്റൊരു ട്രേ പോലത്തെ സാധനം ടിക്കറ്റ് ഇങ്ങനെ വെക്കുന്ന അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ തടിക്കള്ള പേന അതൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് ആവാൻ ആഗ്രഹം. അവിടെ അല്ല, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് ഞാൻ ഈ പറയുന്ന പോലെ നടൻ അങ്ങനെ ഒരു പരിപാടി ഭയങ്കര സാറ് പിടിച്ച് കയറ്റിയല്ലോ. അല്ല, അതിന് ഇപ്പൊ പറയുമ്പോ തള്ളാണെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് അങ്ങനെയുള്ളവരുണ്ട്. അല്ല, ഞാൻ എനിക്കും പലവട്ടം നമ്മള് എനിക്ക് വലിയൊരു ഭാഗ്യല്ലേ ശരിക്കും ഡെസ്റ്റിനി മനസ്സിലാവാന്നുള്ളത്. ഭയങ്കര ഒരു എനിക്ക് 21 25 വരെ ഒരു ബോധമില്ലായിരുന്നു ഡെസ്റ്റിനി എവിടെയായിരുന്നു. സിനിമ ഇല്ല, അതുമില്ലാത്ത ആൾക്കാരുണ്ട്. ഈ സമയത്ത് ഞാൻ ആ സമയത്തൊക്കെ ഇത് എങ്ങനെയാണ് ഇപ്പൊ ചില സിനിമകളിലൊക്കെ ബാലതാരങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവര് എവിടെ പോയി പിടിച്ചോണ്ട് വന്നു. എന്റെ വിദൂര ബന്ധങ്ങളിൽ പോലും സിനിമയുമായി ബന്ധപ്പെട്ട് ആരുമില്ല. അപ്പൊ നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞ് ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ട്. ആദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കളിയാക്കും, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ കളിയാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ +2 കഴിഞ്ഞിട്ട് വീട്ടുകാരെ പറ്റിച്ച് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തത് തന്നെ ഈ ഒരു പരിപാടി ഇതുവഴി ഇങ്ങനെ പറ്റുമായിരിക്കും അങ്ങനെ പോയി. അങ്ങനെ ആ ആഗ്രഹം ചെറുതിലേ തൊട്ടേ ഉണ്ടായിരുന്നു. അലിച്ചേന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ മുറ ലേറ്റസ്റ്റ് റിലീസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടർഫുൾ ആക്ടിങ് ആണ് കാഴ്ചവെച്ചത്. ശരിക്കും അതേപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് റഷ്യയിൽ പോയിട്ട് ഡ്രാമ ചെയ്തു. ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ അല്ല, അവിടെ പോയി ഏതോ ഒരു ബിഗ് സ്റ്റേജിലാണ് അത് പറയും. അല്ല, അത് ദസ്തവസ്കി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് റഷ്യയിൽ വർഷാവർഷം നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ദസ്തവസ്കിയുടെ പേരിലുള്ള. എൻ്റെ 28ാമത്തെ എഡിഷൻ ആയിരുന്നു. കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ റഷ്യൻ എംബസിയാണ് നമ്മൾ അവിടുത്തെ മിനിസ്ട്രിയാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഇന്റർനാഷണൽ നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഭഗവാന്റെ വർണ്ണം, സോവിയറ്റ് സ്റ്റേഷനുകളും. ഇതിന്റെ തന്നെ റൈറ്റർ ആയിട്ടുള്ള മുരളീകൃഷ്ണൻ എഴുതിയ ഒരു നാടകമുണ്ട്, സോവിയറ്റ് സ്റ്റേഷൻ. എഴുതിയാണോ? മുരളീകൃഷ്ണന്റെ ചെറുകഥയെ നാടകമാക്കിയ. അപ്പൊ അത് ഈ ഫോക്കിലും DRM-ലും ഇന്ത്യ മൊത്തത്തിൽ കളിച്ചു. മുരളീകൃഷ്ണന്റെ ചെറുകഥയെ നാടകമാണ് നമ്മളിങ്ങനെ കിടക്കുന്നത്. വലിയ തകഴി ചെറുകഥ അല്ലെങ്കിൽ ചെറുകഥ പിന്നെ അഡാപ്റ്റ് ചെയ്ത് റൂമിൽ തന്നെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉള്ള ഭാവിയിൽ ഒരു ഭയങ്കര താരമായി മാറേണ്ട. സത്യം നമ്മളെ വലിയേട്ടനാണ് ഈ അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പടത്തിന്റെ കാര്യത്തിനൊക്കെ ആദ്യ കാലത്ത് അത് നമുക്ക് ആരെങ്കിലും പൈസ ഇല്ല, നമുക്ക് പടം പോലും ഇല്ല. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ പുള്ളി തന്നെ പൈസ ഇട്ട് നമ്മളെയൊക്കെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തെന്നൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മളെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കുറെ കാലം. അങ്ങനെ വരുന്നു. അങ്ങനെ ഉണ്ടായി വന്ന സിനിമ ഇവരുടെ ഇലുമിനാറ്റി ബിനീഷ്. ഞാൻ അങ്ങനെ തള്ളിയൊന്നും പറയാറില്ല. ചളി അടിക്കുന്നുള്ളൂ. കഥാപാത്രത്തെ പറ്റിയാണ്. സൈജന്റെ ക്യാരക്ടറാ ഇതിലെ. ഫുൾ ട്രailer കണ്ടില്ല, അതാണ് ടീസർ മാത്രമാണ് കിട്ടിയത്. എന്തായാലും പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പടത്തിൽ നിന്ന് ഒരുപാട് വഴുതി. അതെ, ഒരുപാട് നമ്മൾ ബാക്ക് പോയെങ്കിലും രസമുണ്ടായിരുന്നു. കലേഷിനെ പറ്റി ഒന്ന് പറയൂ. സോറി വിനേഷ്. ഒന്ന് പറയൂ വിനേഷ് പറയൂ. അല്ല, വിനേഷ് പറയും പോലെ തന്നെ ഞാനൊരു വീടെടുത്ത സമയത്ത് വന്ന് കൂടിയത്. നമുക്ക് അനുജ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്, ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ്. അനുജ് കൊണ്ടുവന്ന് നാട്ടുകാരനായിട്ടുള്ള ഒരാൾ അവിടെ വന്ന് കൂടി ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്നു. ഭയങ്കരമായിട്ടുള്ള സിനി ഫയൽ എന്ന് പറയുന്ന രീതിയിൽ സിനിമകളെ കുറിച്ച് ഭയങ്കരമായ അഗാധമായി സംസാരിക്കുന്നു. അങ്ങനെ ഒരു പയ്യനായിരുന്നു അന്ന് നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങുന്ന സമയത്ത്. ഷോർട്ട് ഫിലിം ചെയ്യണം, 0 ബഡ്ജറ്റ് ഷോർട്ട് ഫിലിംസ് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ഈ പറയുന്ന നാടക യാത്രകൾ പോകുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ഡോക്യുമെന്ററീസ് ഉണ്ടാക്കുന്നു. അങ്ങനെ വന്ന് എന്തെങ്കിലും അവന്റെ അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകനാണോന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരുത്തനാണ്. പക്ഷെ ഇപ്പൊ ഇച്ചിരി മൂത്ത് പോയി. ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുവായിരുന്നു മലയാളത്തിൽ അങ്ങനെ വന്ന ആ ആഗ്രഹം ഭയങ്കര ശക്തമായിട്ട് അപ്പൊ അതിനകത്തുണ്ട്. നമുക്ക് മനസ്സിലായി അത് വെറുതെ ഒരു ആഗ്രഹം മാത്രമല്ല, അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്, അതിനുവേണ്ടി വായിക്കുന്നുണ്ട്, അതിനുവേണ്ടി സിനിമകൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ ടീം ഒരു കറക്റ്റ് ടീമിന് മൊത്തം വന്ന് സെറ്റായി. ആ ടീമിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് വിനീഷിന് കൃത്യമായിട്ട് അറിയാം. ഇതിലോട്ട് നമ്മൾ പിച്ച് ചെയ്യുന്നത് തന്നെ ഇപ്പം ബജറ്റ് ലാബ് നടത്തിയ ഒരു ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് ഉണ്ട്. ഈ കോൺടെസ്റ്റിൽ വിനീഷിന്റെ ഷോർട്ട് ഫിലിം വിൻ ചെയ്യണം. അതും ഇതേ ടീം ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അപ്പൊ അതിനെ നെക്സ്റ്റ് പടിയായിട്ട് അവർ ബജറ്റ് ലാബ് തന്നെ നമ്മളെ ഈ പറയുന്ന ഒരു സിനിമ ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല, അത് വിനീഷിന് കിട്ടി, അല്ലെങ്കിൽ മൊത്തം ടീമിനും കിട്ടി.
അങ്ങനെയാണ് വിനീഷിന്റെ ഒരു ജേണി ഇതിലോട്ടേക്ക് എത്തുന്നത്. 2 വർഷം കുറച്ച് കടുത്ത യാതനകളിലൂടെ കടന്നു പോയെങ്കിൽ പോലും അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് തീരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഉറപ്പായിട്ടും അതിപ്പോ എന്തായാലും ഫ്രൂട്ട്ഫുൾ ആവട്ടെ, വലിയൊരു വിജയമാവട്ടെ സിനിമ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. താങ്ക് യു.